ഹായ് ഹലോ എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലിപ് ബാമിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. ഓണത്തിന് മുന്നേ ഇട്ടയാണ്. ഓണത്തിന് ശേഷം ഇതുവരെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുള്ള് ബിസി ആയിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ഇപ്പോൾ കുറച്ച് തിരക്കിലായി പോയിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പിലുള്ളവർക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യലുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. നമ്മളിടുന്ന ഓരോ വീഡിയോയുടെ ലിങ്കുകളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട വീഡിയോസാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോപ്പ് മേക്കിങ്ങോ ഫേസ് വാഷോ ഷാമ്പുവോ ലിപ് ബാമോ ക്രീം ഇതൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ചാനലാണിത്. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്ക് ഇന്ന് ഇത്രയൊക്കെ എത്താൻ പറ്റിയത്. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ആ ഒരു പിന്തുണയുണ്ടല്ലോ, അതിന് നിങ്ങളോടൊക്കെ ഒരു ബിഗ് താങ്ക്സ് തന്നെ ഞാൻ പറയുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഞാൻ പറയല്ലോ, മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും. ഞാൻ വീഡിയോയിലേക്ക് പോയാലോ? നമുക്ക് ആവശ്യമുള്ളത് മെഷർമെൻറ്റ് മെഷീനാണ്. പിന്നെ ഒരു ബൗൾ എടുത്ത് വെച്ച് അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഒരു 50 ഗ്രാം ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒരു 50 ഗ്രാം ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ലിപ് ബാമിൻ്റെ വീഡിയോയിൽ 3 തരം ഓയിലുകൾ ഒഴിക്കുന്നുണ്ട്. ആദ്യം ആൽമണ്ട് ഓയിൽ 50 ഗ്രാം ഒഴിച്ച് വീണ്ടും ഒലിവ് ഓയിൽ 50 ഗ്രാം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ബീസ് വാക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റ് എത്ര ഗ്രാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കുക. മീറ്ററിൽ മെഷീനിൽ കാണിക്കുന്നുണ്ട്, കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ ലിപ് ബാം തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് അറിയേണ്ടത് മെഷർമെൻ്റ് ആണ്. ആ മെഷർമെൻറ്റ് ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് രീതിയിലുള്ള ആ ഒരു ലിപ് ബാം കിട്ടത്തില്ല. ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബീസ് വാക്സ് കഴിഞ്ഞ് ഇപ്പോൾ ഷിയ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഈ മെഷീനിൽ കാണിക്കുന്ന ആ ഒരു വെയിറ്റ് കറക്റ്റ് കണ്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ് നിങ്ങളെ ഇതാക്കേണ്ട കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വെയിറ്റിംഗ് മെഷീനിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറയുന്നത്. ഓരോന്നും എത്ര ഗ്രാം വീതമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതിന്. അപ്പോൾ ടോട്ടലി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്, എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ള മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് വേറൊരു ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. ഒരു 50 ഗ്രാം കാസ്റ്റർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ലിപ് ബാം ബീട്രൂട്ട് പൗഡറാണ്. നമ്മൾ ഈ ലിപ് ബാം ബീട്രൂട്ട് പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വീട്ടിൽ ലിപ് ബാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ലിപ് ബാമാണ്, അതുപോലെ തന്നെ റിസൾട്ടും കിട്ടുന്ന ലിപ് ബാമാണ്. ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനും ആ ഒരു ഡാർക്ക്നെസ്സും ഒക്കെ മാറ്റി സോഫ്റ്റ് ആവാനും നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ നോർമലി കളറിലേക്ക് വരാനും ഒക്കെ ഈ ഒരു ലിപ് ബാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല റിവ്യൂസ് ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ചാനലിൽ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങുക, അതാണ് നിർബന്ധമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും ലോക്കൽ സാധനങ്ങൾ വാങ്ങി ചെയ്യാതിരിക്കുക. അത് നമ്മുടെ സ്കിന്നിന് അതിൽ ഫേസിലോ അല്ലെ ചുണ്ടിലൊക്കെ ഇടുന്ന കാര്യങ്ങളാകുമ്പോൾ കറക്റ്റ് നമ്മൾ നല്ല പ്രീമിയം സാധനങ്ങൾ വാങ്ങി തന്നെ നമ്മൾ ഓരോ പ്രോഡക്റ്റും തയ്യാറാക്കുക. ബീട്രൂട്ടിൻ്റെ ലിപ് ബാം പൗഡറാണ് നമ്മൾ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. 50 ഗ്രാം കാസ്റ്റർ ഓയിലിനകത്തോട്ട് 50 ഗ്രാം ബീട്രൂട്ട് പൗഡറാണ് ഇടുന്നത്. ബീട്രൂട്ട് ലിപ് ബാം പൗഡർ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല കളറിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ നല്ല റിസൾട്ടും ഉണ്ട്. പിന്നെ നമ്മൾ ചുണ്ടിലിടുന്ന സമയത്ത് ഡാർക്കായിട്ടൊന്നും ചുണ്ടിൻ്റെ കളർ കിട്ടത്തില്ല, പക്ഷേ ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് ആ ഒരു ലിപ് ബാമിൻ്റെ കളർ കിട്ടും. അധികം ആൾക്കാർക്ക് കൂടുതലായിട്ടും കളർ വേണ്ട എന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ചുണ്ടിന് ലിപ് ബാം ഇടിയാൻ വേണം, എന്നാൽ വലുതായിട്ട് അറിയുകയും ചെയ്യരുത് ആരും എന്നുള്ള രീതിയിലാണ് നമുക്ക് ലിപ് ബാം പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം ചൂടായി കിടന്നപ്പോൾ നമ്മുടെ വെള്ളത്തിലേക്ക് നമ്മൾ വെച്ചിരുന്ന ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും ബീസ് വാക്സ് ഷിയ ബട്ടർ ഇതെല്ലാം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയാണ് നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ലിപ് ബാം തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് പൗഡർ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് മെൽറ്റായി കിട്ടിയ നമ്മുടെ ആ ഒലിവ് ഓയിൽ ആ ഒരു കൂട്ടുണ്ടല്ലോ ലിപ് ബാമിൻ്റെ, അതെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ലിപ് ബാമിൻ്റെ ആ ഒരു പൗഡർ കലക്കിയതിനകത്തേക്ക് ഒഴിച്ച് ഇനി ഇത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഒഴിച്ച് തിരിച്ചൊഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്നും ഒന്ന് മിക്സായി കിട്ടാനുള്ള
ടൈം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വേഗത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിലും ആ ഒരു ബീട്രൂട്ട് പൗഡറും കാസ്റ്റർ ഓയിലും എല്ലാം കൂടി ഒന്ന് മെൽറ്റായി കിട്ടുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് ആ പൗഡർ നന്നായിട്ട് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത്രയും രീതിയിൽ ചെയ്യുന്നത്. കാരണം നമ്മൾ തോനെ ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ലിപ് ബാം തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് റിസ്ക് ആണ് ഇതൊന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അത് അതേപോലെ തന്നെ എല്ലാവരും പറയും ഞങ്ങൾ ചെയ്ത് പെട്ടെന്ന് ലിപ് ബാമിൻ്റെ പൗഡർ കട്ടിയായിപ്പോയി. അത് നമ്മൾ ചെയ്യുന്ന രീതി ശരിയാവാത്തത് കൊണ്ടാണ് അങ്ങനെ ആവുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തെറ്റും പറ്റത്തില്ല. മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആവുക. കണ്ടല്ലോ, ഓരോന്നും അതിൻ്റെ രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാവും. ഇപ്പം നമ്മൾ സ്ട്രോബെറിയുടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ലിപ്പിന് നമ്മളെപ്പം ലിപ് ബാം ഉണ്ടാക്കുന്നോ എപ്പോഴും നമ്മൾ ലിപ്പിനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രാഗ്രൻസ് ഓയിലുകൾ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. സോപ്പിൻ്റെയോ ഷാമ്പൂവിൻ്റെയോ അങ്ങനെയുള്ള ഒരു ക്രീമിൻ്റെ ഒന്നും ഫ്രാഗ്രൻസുകൾ ലിപ് ബാമിന് ചെയ്യരുത്. അതൊരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ലിപ് ബാമിനായിട്ട് തന്നെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഫ്രാഗ്രൻസ് തന്നെ നമ്മൾ ലിപ് ബാമിന് ചെയ്യാവുള്ളൂ. അതെല്ലാം ലിപ് ബാം ഫ്രാഗ്രൻസ് കയ്യിലില്ലെങ്കിൽ വേണ്ട, നമുക്ക് നോർമലി സ്മെല്ലുണ്ടാവില്ല എന്നേ ഉള്ളൂ. ലിപ് ബാം തയ്യാറാക്കിയാലും ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കുക, സ്കിപ്പ് ചെയ്യുക. അതെല്ലാം നല്ല മണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ് ബാമിനായിട്ട് തയ്യാറാക്കുന്ന ഫ്രാഗ്രൻസ് തന്നെ വാങ്ങി ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽസിലേക്കാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര ലിപ് ബാം കിട്ടുമെന്ന് നോക്കാം. 50 ഗ്രാം പൗഡർ എടുത്ത് 150 ഗ്രാം ഓയിൽസ് എടുത്തിട്ടുണ്ട്. 150 ഗ്രാം എന്ന് വെച്ചാൽ ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഈ 3 ഓയിലും കൂടെ 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബീസ് വാക്സ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഷിയ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ മെഷർമെൻറ്റ് കറക്റ്റ് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലിപ് ബാം തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ടോട്ടലി എത്ര ലിപ് ബാം കിട്ടി എന്നുള്ളതും കൂടെ നോക്കണം. നമുക്ക് കുറച്ചും കൂടെ ആ പാത്രത്തിൽ ലിപ് ബാമിൻ്റെ ലിക്വിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ബാക്കിയുള്ള ബോട്ടിൽസിലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എണ്ണം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലിപ് ബാം റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. ഹോൾസെയിൽ റേറ്റിലായിരിക്കും നമ്മൾ തരിക. അത് ലിപ് ബാം മാത്രമല്ല, സോപ്പുണ്ട്, ഷാമ്പൂ ഉണ്ട്, ക്രീമുണ്ട്, ഫേസ് വാഷ് ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ ഓയിൽ, നല്ല അടിപൊളി ഹെയർ ഓയിലുണ്ട്. 25 ഐറ്റം മരുന്നുകൾ വെച്ച് തയ്യാറാക്കിയ ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പം നിങ്ങൾക്ക് റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവർക്കും വിളിക്കാം. കണ്ട, നമ്മുടെ ലിപ് ബാം ഇപ്പം 1 മണിക്കൂറിന് ശേഷമാണിത് നമ്മുടെ ലിപ് ബാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എല്ലാം ടോപ്പ് ഇട്ട് വെക്കാം. ഞാനൊരു ലേശം കയ്യിൽ തൊട്ട് കാണിച്ചത് നിങ്ങൾക്കിതിൻ്റെ കളറും അതിൻ്റെ കട്ടിയും തിക്നെസ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഒരുപാട് ലാഗാക്കുന്നില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് കാണണം. ഇല്ലെങ്കിൽ മെഷർമെൻറ്റ് കറക്റ്റ് ആയില്ല, മനസ്സിലായില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളോടൊക്കെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, വീഡിയോ ക്ഷമയോടുകൂടി നമ്മൾ കാണുക. നമ്മളൊരു ക്ലാസ്സിൽ പോയിരുന്നു കഴിഞ്ഞാൽ ആ ക്ലാസ് കഴിയുവോളം നമ്മൾ ക്ഷമയോടെ ഇരിക്കുന്നില്ലേ? അപ്പം അതും ഇതുമായിട്ട് ഒരേപോലെ കാണുക. നമ്മളൊരു ക്ലാസ്സിലായി ഇരിക്കുന്നത് എന്ന് ചിന്തിച്ച് ക്ഷമയോടുകൂടി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലും അതുപോലെ ഫ്രീ ആയിട്ടും പഠിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ 2500 അല്ലെങ്കിൽ 4500 അങ്ങനെ ഒരു ഫീസിലായിരിക്കും നിങ്ങൾക്കൊരു കോഴ്സ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം അതിലും കാര്യം എത്രയും പൈസ ലാഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ പൈസ കൊടുത്ത് മെറ്റീരിയൽസ് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഇതുപോലെ ചെയ്യാം. അപ്പം നമുക്ക് ടോട്ടലി 42 ലിപ് ബാം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? നമ്മൾ എടുത്ത കണക്കുകളെല്ലാം കറക്റ്റ് കണ്ടല്ലോ. 42 ലിപ് ബാമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഡാർക്കായിട്ടുള്ള മെറൂൺ കളറായിട്ടുള്ള നമ്മുടെ ലിപ് ബാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല. അപ്പം എല്ലാവർക്കും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ റെഡിയാണ്. നിങ്ങൾ മെസ്സേജ് അയച്ച് ക്യാഷ് പേ ചെയ്താൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ അയക്കുന്നതാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, ബൈ, താങ്ക് യു.